കുറെ ഇക്വേഷൻസ് ഉള്ള ചാപ്റ്റർ ആണ് അല്ലേ? ആദ്യം നമ്മൾ എന്താ പഠിച്ചേ? സർക്കിൾസിനെ പറ്റിയിട്ടാ പഠിച്ചത്. ഗുഡ് ഈവനിങ് ആണ് ആദ്യം പഠിച്ചത്. സർക്കിളിന്റെ ഇക്വേഷൻ എന്താ? x minus h the whole square plus y minus k the whole square is equal to r square. എന്താണ് h k r ഒക്കെ? h k സെന്റർ ആണ്. ആദ്യം നമ്മൾ പഠിച്ചത് എന്താ? സർക്കിളിന്റെ ഇക്വേഷൻ ആണ് പഠിച്ചത്. എന്തായിരുന്നു ഇക്വേഷൻ? x minus h the whole square plus y minus k the whole square equal r square. hk എന്ന് പറയുന്നത് എന്താ? സാരംഗ്. hk എന്ന് പറയുന്നത് എന്താ? സെന്റർ ആണ്. ആറോ? r എന്ന് പറയുന്നത് റേഡിയസ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ എന്താ പഠിച്ചേ? പറ. പാരബോള. പാരബോളയുടെ ഇക്വേഷൻ എന്താ? 4 ഇക്വേഷൻ ഉണ്ട് അല്ലേ? ഫസ്റ്റ് പഠിച്ച ഇക്വേഷൻ ഏതാ? y സ്ക്വയർ ഈക്വൽ 4x. എങ്ങനെയായിരുന്നു ഫിഗർ വരുന്നത്? എലോങ് ദി എക്സ് ആക്സിസ് ആണ്. പോസിറ്റീവ് എക്സ് ആക്സിസ് ആണോ നെഗറ്റീവ് എക്സ് ആക്സിസ് ആണോ? പോസിറ്റീവ് റൈറ്റ് സൈഡ്. ഇങ്ങനെയാണ് പരാബോള വന്നിരുന്നത് അല്ലേ? ഇനി y സ്ക്വയർ ഇസ് ഈക്വൽ ടു -4x എന്ന് വരുമ്പോ ഇവിടെ വരും. പിന്നെയോ x സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ay എന്ന് പറയുമ്പോൾ മേളിലോട്ട് വരും. പിന്നെ x സ്ക്വയർ ഇസ് ഈക്വൽ ടു -4ay എന്ന് പറയുമ്പോൾ ഡൗൺവേർഡ്സ് വരും. പിന്നെ എന്താ പഠിച്ചത്? ലാറ്റസ് സെക്ടർ ഇക്വേഷൻ എന്താ? ലെങ്ത് ഓഫ് ദ ലാറ്റസ് സെക്ടർ 4a. പിന്നെ എന്താ പഠിച്ചത്? വെർട്ടെക്സ് 0 0 ആയിരിക്കും, ഒറിജിനിലായിരിക്കും. പിന്നെയോ പിന്നെന്താ പഠിച്ചത്? ഡയറക്ട്രിക്സ്. എന്തായിരുന്നു ഡയറക്ട്രിക്സ്? ഇതിന്റെ ഡയറക്ട്രിക്സ് എങ്ങനെ വരും? x equal to -a. പിന്നെന്താ പഠിച്ചത്? ഫോക്കസിന്റെ കോർഡിനേറ്റ്സ് എന്താ വരാ? ഇതിന്റെ പറഞ്ഞാ മതി. ഇതിന്റെ a,0. പിന്നെ അത് കഴിഞ്ഞിട്ട് പഠിച്ചത് എന്താ? അല്ല, അത് ഓക്കെ, അത് 4 കേസും ഓക്കെ, അത് മാറിയാൽ മതി. അത് കഴിഞ്ഞിട്ട് എന്താ പഠിച്ചത്? എലിപ്സ് എടുത്തു. അത് ആരാ ചോദിച്ചു എലിപ്സ് എടുത്തോന്ന്? വൈഷ്ണവി ഉണ്ടായിരുന്നില്ല അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? എലിപ്സ് എടുത്തു. ഇക്വേഷൻ പറ. x square by a square. x square by വീഡിയോ കണ്ടാ മതി. x square by a square plus y square by b square is equal to 1. അത് എത്ര സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഉണ്ട് എലിപ്സിന്? 2 സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ ഇത് എങ്ങനെയാ? എലോങ് മേജർ ആക്സിസ് എലോങ് എക്സ് ആക്സിസ്. ഇതെന്ന് പറയുന്നത് ഇങ്ങനെയാ വരാ അല്ലേ? ഇനി എലോങ് വൈ ആക്സിസ് ഉണ്ട് അല്ലെ? എലോങ് വൈ ആക്സിസ് വരും. അതിന്റെ ഇക്വേഷൻ എന്താ? x square by b square plus y square by a square is equal to 1. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. പിന്നെ ഇതിനെ തന്നെ നമ്മൾ പറഞ്ഞു വേറെ എന്താ കോർഡിനേറ്റ്സ് പഠിച്ചു അല്ലേ? എന്തിനൊക്കെ കോർഡിനേറ്റ്സ് പഠിച്ചു? പറ. ഫോസൈയുടെ കോർഡിനേറ്റ്സ് പഠിച്ചില്ലേ? എന്താണ്? ഫസ്റ്റ് കേസിന്റെ പറഞ്ഞാൽ മതി കേട്ടോ. പ്ലസ് ഓർ മൈനസ് c 0. ഇതിന്റെ പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെന്താ പഠിച്ച? ലെങ്ത് ഓഫ് ദ ലാറ്റസ് വെക്ടർ 2b square by a. ഇത്രയും കാര്യങ്ങളല്ലേ പഠിച്ചത്? പിന്നെന്താ പഠിച്ചത്? എസെൻട്രിസിറ്റി എന്താ? c by a. ഓക്കെ, ഇത്രയും കാര്യങ്ങളല്ലേ പഠിച്ചത്. ഇനി അടുത്തത് ഹൈപ്പർബോള. ഇനി കഴിഞ്ഞില്ലെന്ന് തോന്നണല്ലേ? എത്ര ക്വസ്റ്റ്യൻസ് ചെയ്തായിരുന്നു നമ്മള്? ക്വസ്റ്റ്യൻ നമ്പർ അതിനിടയ്ക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ സ്കിപ്പ് ചെയ്തില്ലായിരുന്നു. ഹോംവർക്ക് അല്ല, എല്ലാം ഹോംവർക്ക് അല്ല. എളുപ്പാണ്.
പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 4, 5, 6 അല്ലായിരുന്നോ ഹോംവർക്ക്? 11, 12 ബാക്കിയുള്ളതെല്ലാം നമ്മൾ ക്ലാസ്സിൽ ചെയ്തായിരുന്നോ? ആൻസർ എന്താ കിട്ടിയ ക്വസ്റ്റ്യൻ നമ്പർ 4ന്റെ? പറ. 4 സൈഡ് കോർഡിനേറ്റ്സ് പറയൂ. +or-10 ഹോംവർക്ക് ചെയ്യാണ്ട് വന്നവർ ആരെങ്കിലും ഉണ്ടോ? ഹോംവർക്ക് ചെയ്യാണ്ട് വന്നവർ ഒരു സെക്കൻഡ്. ഹോംവർക്ക് ചെയ്യാണ്ട് വന്നവർ ആരെങ്കിലും ഉണ്ടോ? അനല ഹോംവർക്ക് ചെയ്തോ? ഗായത്രി, സാരംഗ് ചെയ്തു. നന്ദന കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. നന്ദന എലിപ്സ് ഉണ്ടായിരുന്നില്ല, ചെയ്തു. വൈഷ്ണവി ഉണ്ടായിരുന്നില്ല അല്ലെ? ഓൺലൈൻ ഉണ്ടായിരുന്നവർക്കൊക്കെ ചെയ്യാം. ചെയ്താ? ചെയ്തു. സത്യാണോ? പറ ആൻസർ പറഞ്ഞേ. ആ പറഞ്ഞ ആൻസർ പറഞ്ഞു. +or-10 0 4 6 വേർട്ടിസസോ? ഒരു സെക്കൻഡ്, ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 4 പറയണേ. 0, +or-10 ആണോ കിട്ടിയേ? അതെന്താ അങ്ങനെ കിട്ടിയേ? ഇക്വേഷൻ എങ്ങനെയാ കിട്ടിയ? ഇതല്ലായിരുന്നോ ക്വസ്റ്റ്യൻ? 16x² - 9y². x² / 25 + y² / 100 = 1. Okay. F എത്രയാ കിട്ടിയേ? ഓക്കെ. V vertices, major axis, minor axis, eccentricity. എസെൻട്രിസിറ്റിയോ? എത്രയാ കിട്ടിയ? √75/. അത് ക്യാൻസൽ ചെയ്യുമ്പോൾ √3/2 കിട്ടും കേട്ടോ. ലാറ്റസ് വെക്ടർ 5. എന്ത് പറ്റി ലേറ്റ് ആയ വിമൽ? ഇവർക്കൊന്നും മഴയില്ലായിരുന്നു. കൊള്ളാം. താങ്ക്സ് കേട്ടോ, വന്നല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 5 പറഞ്ഞ ആൻസേഴ്സ് പറഞ്ഞേ. +or-? വിമൽ മിണ്ടാണ്ടിരുന്നേ. +or-? 0. വേർട്ടെക്സ് +or-7 0. Major axis 14. Minor axis eccentricity, lattice rectum. Question number 6 പറ. ചെയ്തില്ലേ? പറ ആൻസർ പറ. സി എഫിന്റെ കോർഡിനേറ്റ്സ് എന്താ? 10 √3. √300. Vertices +or-20. Major axis, minor axis, eccentricity, lattice rectum. വേറെ ഏതായിരുന്നു? 11, 12. 11th ആൻസർ എത്രയാ? 12. ക്രിസ്മസ്
ക്രിസ്മസിന് മുന്നേ എക്സാം ഉള്ള ആരെങ്കിലും ഉണ്ടോ? ക്രിസ്മസിന് മുന്നേ എക്സാം ആർക്കെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് സ്കൂളിൽ കഴിഞ്ഞു ഈ ചാപ്റ്റർ? ഇന്ന് കഴിഞ്ഞു. ബാക്കിയുള്ളവർക്കോ? ക്വസ്റ്റ്യൻ നമ്പർ 13 ചെയ്തായിരുന്നോ? ക്വസ്റ്റ്യൻ നമ്പർ 13 ചെയ്തായിരുന്നോ ക്ലാസ്സില്? 14 ചെയ്തോ? ഇനി ഏതാ നെക്സ്റ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ? 15. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 26, ഫോസൈ പ്ലസ് ഓർ മൈനസ് 50 അല്ലേ? സയോൺ എന്താ ലേറ്റ് ആയ? ക്യാമറ ഓൺ ചെയ്യട്ടാ. ലെങ്ത് ഓഫ് മേജർ ആക്സിസിന്റെ ഇക്വേഷൻ എന്താ? 2a. അപ്പൊ 2a is equal to എന്താ? 26. ഇതിൽ നിന്ന് നമുക്ക് എന്ത് a കണ്ടുപിടിക്കാമല്ലോ? കണ്ടുപിടിക്കുക. ഇനി ഫോസൈ ഏതാ? a ആണോ b ആണോ c ആണോ? c. c is equal to 5. ബാക്കി ചെയ്തു. b കണ്ടുപിടിക്കാമല്ലോ. വാട്ട് ഈസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ a, b and c? c square is equal to, അത് ഹൈപ്പർബോളയുടെ ഇക്വേഷനാ പറഞ്ഞേ. c square is equal to a square plus b square എന്നല്ലോ. a square equal b square plus c square. രണ്ടാമത് പറഞ്ഞല്ലേ? ആദ്യം പറഞ്ഞത് ഹൈപ്പർബോളയുടെ ഇക്വേഷൻ എന്നാ പറഞ്ഞത്. ചെയ്തേ പറയാം. ക്യാമറ ഓൺ ചെയ്യണം കേട്ടോ. കിട്ടിയ ആൻസർ കിട്ടിയോ? പറഞ്ഞോ. എക്സ് സ്ക്വയർ ബൈ ഈക്വൽ 1. എല്ലാവർക്കും അങ്ങനെയാണോ കിട്ടിയേ? a is equal to 13 അല്ലേ? അപ്പൊ b square equal a square minus c square, b square equal 169 minus 25, which is equal to 144. b is equal to root of 144, which is equal to 12. ഇനി ഇക്വേഷൻ ഏതാ? ഇക്വേഷൻ ഏതാ? ഇക്വേഷൻ ഏതാ? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. സെക്കൻഡ് ഇക്വേഷൻ യൂസ് ചെയ്യാൻ ഞാൻ കാര്യമില്ല. എലോങ് ദി എക്സ് ആക്സിസ് എങ്ങനെ മനസ്സിലായി? കോർഡിനേറ്റ്സ് കണ്ടപ്പോൾ മനസ്സിലായി അല്ലേ? എങ്ങനത്തെ ഫോം? പ്ലസ് ഓർ മൈനസ് a0 ഫോമിലാണ് കോർഡിനേറ്റ്സ് ഉള്ളത് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്തത്? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ
പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തത്. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ബൈ 169 പ്ലസ് വൈ സ്ക്വയർ ബൈ 144 equal to 1. This is the answer. Okay. Question number 16, homework. Question number 19 അല്ലേ നമ്മൾ ചെയ്തേ? ക്ലാസ്സിൽ ചെയ്ത 19 അല്ലായിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്യാൻ തുടങ്ങിയില്ലേ? 17 ചെയ്തോ? 17 ഇപ്പൊ ഇരുന്ന് ചെയ്തോളൂ. എന്താണ്? ചെയ്തോ? എന്താ ചെയ്? ക്വസ്റ്റ്യൻ നമ്പർ 16 ഹോംവർക്ക് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 16 ഹോംവർക്ക് ആണ്. 17 ഇപ്പൊ ചെയ്യാം. ഡിസ്കസ് ചെയ്യല്ലേ, അറിയില്ലെങ്കിൽ ചോദിക്കണം കേട്ടോ. ഇവിടെ എന്താ ഫോഴ്സയിൽ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ എന്താ? സി ഇസ് ഈക്വൽ ടു 3. എന്താ കണ്ടുപിടിക്കേണ്ടത്? ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വി ഹാവ് ദ റിലേഷൻ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ബി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 16 മൈനസ് 9 വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് 7. റൂട്ട് 7 ആണോ കിട്ടിയത്? റൂട്ട് 7 ആണോ? ഇനി ഇക്വേഷൻ ഏതാ? എ ഗിവൺ ആണ്. ഫോഴ്സയുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് സി 0 അല്ലേ? അപ്പൊ അതിന്റെ സി ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടിയോ? ഫോഴ്സയുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് സി 0 ആണ്. അതാണ് തന്നിരിക്കുന്നത് പ്ലസ് ഓർ മൈനസ് 30. therefore c is equal to 3. അപ്പൊ b is equal to root 7. ഇക്വേഷൻ എന്താ? x square by a square plus y square by b square equal 1, which implies x square by 16 plus y square by 7 equal 1. This is the answer. പറഞ്ഞോ. എ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് a is equal to 4 എന്ന്. കിട്ടിയോ? Question number 18 homework. 18 homework. ചെയ്തായിരുന്നോ സാറെങ്കിൽ? നല്ലതല്ലേ വീട്ടിൽ പോയി ചെയ്യണ്ടല്ലോ. ഞാൻ അവനോടാ പറഞ്ഞു, ചെയ്തവരോടാ പറഞ്ഞു. അത് വിമൽ എന്ത് ചെയ്യായിരുന്നു? നോക്കിയിരുന്നു. ആ സമയത്ത് സാറെങ്കിൽ ചെയ്തു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 19 എടുത്തേ. ക്വസ്റ്റ്യൻ നമ്പർ 19 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലായിരുന്നോ? ഇല്ല അല്ലേ? ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇതെല്ലാരും കഴിഞ്ഞില്ലേ? Center at 0, 0. Center at 0, 0. Major axis on the y-axis. And passes to the point 3, 2 and 1, 6. Equation എന്തായിരിക്കും? പറ സാരംഗ്. ഇക്വേഷൻ എന്തായിരിക്കും?
എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ. അതെങ്ങനെ മനസ്സിലായി? എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ പറ്റിയേ? ഇവിടെ തന്നിട്ടുണ്ട് മേജർ ആക്സിസ് എവിടെയാന്ന് തന്നിട്ടുണ്ട്, വൈ ആക്സിസിലാന്ന് തന്നിട്ടുണ്ട്. സോ ദ ഇക്വേഷൻ ഇസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ 1. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ? ഇക്വേഷൻ ഓഫ് ദ എലിപ്സ് കിട്ടി. ഇനി passes with the point 3, 2 and 1, 6. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പാസ് ചെയ്യുന്ന പോയിന്റ് തന്നിട്ടുണ്ട്. ഗായത്രി പറഞ്ഞേ, പാസ് ചെയ്യണ ഒരു പോയിന്റ് തന്നിട്ടുണ്ട് 3, 2. അത് വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇതിന് മുന്നേയുള്ള രണ്ടെണ്ണത്തിൽ നമ്മൾ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. പറ, പാസ് ചെയ്യണ പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ ഇക്വേഷനിൽ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഈ ഇക്വേഷനിൽ സാരംഗിനോടാണോ ഞാൻ ചോദിച്ചത്? ആ പറഞ്ഞേ. എക്സും വൈയും. എക്സിന്റെ വാല്യൂ എന്താ? 3. വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. സിൻസ് പറയാ പറ, എന്തെന്നാ ഇക്വേഷൻ പറ, ഉറക്കെ പറയണേ. അത് ഗായത്രി പറയണം. 9 ബൈ പ്ലസ് 4 ബൈ എ സ്ക്വയർ ഈക്വൽ 1 അല്ലേ? പുട്ട് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ഇനി ഒരു പോയിന്റ് കൂടെ തന്നിട്ടുണ്ട് അല്ലേ? സിൻസ് 1, 6 is a point on the given ellipse. വിമൽ പറഞ്ഞ ഇക്വേഷൻ. വിമൽ ഇക്വേഷൻ പറ. ഇപ്പൊ എന്താ ഞാൻ പറഞ്ഞ? ഇവിടെ ശ്രദ്ധിക്കുന്നില്ലേ നിങ്ങള്? ബാക്കി പറ. ഇത്രയല്ലോ. Put this as equation number 2. ഇനി ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യാം. ആദ്യം ഇത്ര നേരിക്ക്. എന്താ ഇടങ്ങില്ലേ? രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്താൽ മതി. ഇക്വേറ്റ് ചെയ്താൽ കിട്ടും. നോക്കാം. ഈ ഇക്വേഷനെ ഞാൻ 9 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ എന്ത് കിട്ടും? 9 ബൈ ബി സ്ക്വയർ പ്ലസ് put this as equation number 3. എന്നിട്ട് എന്താ ചെയ്യാൻ പറ്റുക? ഇപ്പൊ രണ്ടും in equation number 3 minus equation number 1. So 9 by b square plus 324 by a square minus 9 by b square minus 4 by a square equal 9 minus 1. രണ്ടും ക്യാൻസൽ ആകും.
സോ 320/a² ഈക്വൽ 8. ഇനി ഇത് സോൾവ് ചെയ്യാലോ, ചെയ്തു. നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കഴിഞ്ഞോ? ആൻസർ പറയാനോട്ടാ. കിട്ടിയോ? പാരന്റായിട്ട് സംസാരിച്ചോണ്ടിരുന്ന സമയത്തായിരുന്നു, ഞാൻ കണ്ടില്ല. എവിടെ കുത്തിയല്ലേ? ഞാൻ ഇന്നലെ ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഓൾറെഡി 6:40 ആയപ്പോഴാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ ധൃതിക്ക് പോയപ്പോഴാണ് ആ പാരന്റിനെ കണ്ടത്. ഞാൻ കണ്ടില്ല. ഞാൻ കണ്ട വിളിച്ചൂടായിരുന്നോ? എന്നിട്ട് ഞാൻ നോക്കിയല്ലേ, വെറുതെ പറയാണ്. വിളിച്ചൊന്നും ഉണ്ടാവൂല. ഞാൻ കണ്ടില്ല. വിളിക്കണ്ടേ? ഇനി ഞാൻ എത്ര നേരം അവിടെ നിന്നിട്ടാ ബസ് വന്നേ? കുറെ നേരം ഞാൻ ബസ് സ്റ്റോപ്പിൽ വന്നല്ലോ. ബസ്സില്ലായിരുന്നു. ഇന്ന് എന്തായാലും മൈൻഡ് ചെയ്യാം. ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടെങ്കിൽ മൈൻഡ് ചെയ്യാണ്ടിരിക്കും. അങ്ങനെയാണല്ലോ എന്നെ മനസ്സിലാക്കിയിരിക്കണം. ശരി, എനിക്കൊന്നും പറയാനില്ല. കഴിഞ്ഞോ? ആൻസർ കിട്ടിയോ? ആൻസർ എത്രയാ കിട്ടിയേ? √4. a² is equal to 320/8, which is equal to 40. a is equal to √40 അല്ലേ? bയോ? b is equal to √10. ഇക്വേഷൻ എന്താ കിട്ടിയേ? x² 10 + y² 40 = 1. ഇതാണോ കിട്ടിയ എല്ലാവർക്കും? ബി ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഇക്വേഷനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, കിട്ടും ആൻസർ. ആർക്കെങ്കിലും കിട്ടാനുണ്ടോ? ചെയ്ത് കാണിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 20 ചെയ്തോട്ടോ. ഇതേപോലെ തന്നെ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്, ചെയ്തോളാം. ഇപ്പൊ ചെയ്യാം. സംസാരിക്കാണ്ട് ചെയ്യണം, തനിയെ ചെയ്യണം കേട്ടോ. നന്ദന ഫ്രണ്ടിലോട്ട് വന്നേതാ ഇവിടെ വന്നിരുന്നത്? അല്ല, അതുകൊണ്ടല്ലോ ഇവിടെ വന്നിരിക്കും. എനിക്ക് കാണാൻ വേണ്ടിട്ടാ ചെയ്യണം. ഇവിടെ ഇല്ല, അവിടെ സ്പേസ് ഉണ്ട്. ഞാനതെല്ലാം നോക്കിയിട്ടാ പറഞ്ഞത്. വാ വേഗം വാ. എനിക്ക് കാണാം. ജസ്റ്റ് ഇവിടെ കയറിയിരുന്നേ, ഫ്രണ്ടിൽ കയറിയിരുന്നേ. ക്വസ്റ്റ്യൻ ഞാൻ തരാം. കൈ വെക്കാൻ പറ്റില്ല. ഇതാ ഇവിടെ വെച്ചോതേ.
എന്നാ ഫ്രണ്ടിൽ വാ, ഇവിടെ ഉണ്ട് സീറ്റ്, വാ ഭാഗം തരാം സമയങ്ങളല്ലേ. റൂട്ട് എണ്ണോ ഏത് ഇക്വേഷനിൽ വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. 1/b² plus 36/40 equal 1. So 1/b² equal 1 minus 36/40, which is equal to 40 minus 36, 4/40. ഇതാണ് 1/b². 1/10 എന്ന് കിട്ടും. അപ്പോൾ b² equal 10. b is equal to √10. ക്വസ്റ്റ്യൻ നമ്പർ 20 ചെയ്യട്ടോ. പറ. എന്താണ് നിങ്ങൾ ചോദിച്ചത്? ആദർശ് ആൻസർ കിട്ടിയോ? പകുതി ആര് ചെയ്യും? ഗായത്രി, ഒരു കാര്യം, ഒരു പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് മാത്രം ശ്രദ്ധിക്കും സെലക്ഷൻ ഉണ്ടോന്ന്. എന്തിന്റെ സെലക്ഷൻ ഉണ്ടോന്ന്? ബി കണ്ടുപിടിക്കും. പറഞ്ഞു കിട്ടിയോ? എയുടെ വാല്യൂ എത്ര കിട്ടി? എയുടെ വാല്യൂ ഞാൻ ഉത്തരം പറഞ്ഞ 26 ആണോ കിട്ടിയത്? 13 ആണോ? 13 ആയിരിക്കും. അപ്പൊ ഈ പ്രോബ്ലത്തിലോ എല്ലാവർക്കും അങ്ങനെയാണോ കിട്ടിയേ? കിട്ടിയോ? ആൻസർ കിട്ടിയോ? കിട്ടിയോ? എത്ര കിട്ടിയേ? കറക്റ്റ് ആണ്. കിട്ടിയോ? ആദർശന് കിട്ടിയോ? തെറ്റാണോ? ജിസിന് കിട്ടിയോ? ജിസിന് കിട്ടിയോ? ഗായത്രി ചെയ്തു നോക്ക്. ഗായത്രി കിട്ടിയോ? മൈനസ് കിട്ടിയോ?
ആദർശട്ടാ നിങ്ങൾ ഇങ്ങനെ ചെയർ ഇട്ടേക്കുന്ന കാരണം ഉള്ളിലോട്ട് വരാൻ പോലും പറ്റില്ല. മേജർ ആക്സിസ് ഓൺ ദി എക്സ് ആക്സിസ് ആണ്. അപ്പൊ ഫസ്റ്റ് ഫോം ആണ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ passes through 4, 3 and 6, 2. x square by a square ഇക്വേഷൻ എന്താ? x square by a square അല്ലേ? ഇവിടെ മേജർ ആക്സിസ് ഓൺ ദി എക്സ് ആക്സിസ് എന്നല്ലേ വന്നേക്കുന്നത്? എക്സ് ആക്സിസിലാണ് മേജർ ആക്സിസ് വന്നേക്കുന്നത്. അപ്പൊ ഇവിടെ ഇക്വേഷൻ തന്നെ തെറ്റിയിട്ടുണ്ട്. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ അല്ല, അത് ചെയ്യാതെ തെറ്റിയിട്ടുണ്ട് ആൻസർ അങ്ങനെ ചെയ്യുമ്പോ കേട്ടോ. അല്ല, ചെയ്തിട്ട് വാല്യൂ കണ്ടുപിടിക്കാം. കോർഡിനേറ്റ്സ് 4, 3, 6, 2. ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 19 മേജർ ആക്സിസ് ഓൺ ദ വൈ ആക്സിസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തത്. ഇവിടെ മേജർ ആക്സിസ് ഓൺ ദി എക്സ് ആക്സിസ് ആണ്. അപ്പൊ ഏതാണ് ഇക്വേഷൻ? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ. ഇക്വേഷൻസ് തറോ ആയിട്ട് പഠിക്കാം കേട്ടോ. ഫോർ ത്രീ ഒരു പോയിന്റ് ആയതാണ്. വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു 4 ആൻഡ് വൈ ഇസ് ഈക്വൽ ടു 3. അപ്പൊ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ആവും? Put this as equation number 1. Since 6, 2 is a point on this ellipse, we can substitute x is equal to 6 and y is equal to 2. ഇനി എന്ത് ചെയ്യാ? ഏതെങ്കിലും ടേം ഈക്വൽ ആക്കുക. അതിവിടെ പറ്റുമോ? അങ്ങനെ ചെയ്യാം, പക്ഷെ കിട്ടുമെന്ന് നോക്കാം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോ 2 മിൻ ടേംസ് ഓഫ് എ ആൻഡ് ബി അല്ലേ കിട്ടുള്ളൂ. കിട്ടിയോ? 36 minus 60, 20 by ഇങ്ങനെയല്ലേ കിട്ടുള്ളൂ. ഇനി ബി സ്ക്വയറിനെ എങ്ങനെ കാച്ചാ, എ സ്ക്വയറിനെ എങ്ങനെ കാച്ചാ? 20 b square equal 13 a square. അല്ലല്ല, അവിടെ പ്ലസ് അല്ലേ മിസ്? പ്ലസ് 4b സ്ക്വയർ പ്ലസ് താഴെ. അപ്പൊ അത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും അത് 5 ആവും. 9 minus 5b സ്ക്വയർ 5b സ്ക്വയർ 9 minus 4 5b സ്ക്വയർ പിന്നെ b സ്ക്വയറിനെ അങ്ങോട്ട് കൊണ്ടുപോകണം. 20b square is equal to 5. 5നെ താഴേക്ക് കൊണ്ടുപോകണം. അപ്പൊ 4b square equal a square. ഞാൻ റൂട്ട് എടുക്കാം. അപ്പൊ 2b വരും. 2b equal to a എന്ന് കിട്ടും. a കിട്ടിയില്ല. ഇനി a അവിടെ കിടക്കണ 16 by a square എന്നുള്ള ഫോർമുല കൊടുത്തു കഴിഞ്ഞാൽ 4 ഉം 16 കട്ട് ആയി പോകും. എന്താണ്? ഓക്കെ, ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഇല്ല, അപ്പൊ ഇനി വരും. ഇവിടെ ഇപ്പോ 16 by 4b സ്ക്വയർ വരും പ്ലസ് 9 by b സ്ക്വയർ. ഓക്കെ ഈക്വൽ ടു 1 അല്ലേ? ഈക്വൽ ടു 1. അപ്പൊ b സ്ക്വയറിനെ കോമൺ നിങ്ങൾ കാച്ചാ. ഓക്കെ, 4 by b square plus 9 by b square equal to 1, that is 13 by b square equal to 1. 13 equal to b square. b equal to root 13. നിങ്ങൾ എല്ലാവരും ഈ മെത്തേഡ് ആണോ യൂസ് ചെയ്തത്? മറ്റേതാണ് കുറച്ചുകൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയ കേട്ടോ. കുഴപ്പമില്ല, ഏതാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്ത്? കിട്ടിയ ആൻസർ എന്നിട്ട് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക്. ഇനി a is equal to 2b is equal to 13 ആണ്.
അല്ല 2b is equal to a ആണ്, therefore a is equal to 2√30. അപ്പൊ ഇക്വേഷൻ എന്താ? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ, എ സ്ക്വയർ എന്ന് പറയുന്നത് 4 into 13 പ്ലസ് വൈ സ്ക്വയർ ബൈ 13 ഈക്വൽ ടു 1. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ബൈ 52 പ്ലസ് വൈ സ്ക്വയർ ബൈ 13 ഈക്വൽ ടു 1. ഇതാണ് ആൻസർ. കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? നന്ദന കിട്ടിയോ? അനല, ഗായത്രി കിട്ടിയോ? സാരംഗ് നെക്സ്റ്റ് നിങ്ങൾക്ക് കിട്ടിയോ? സയോൺ, അക്ഷയ് കിട്ടിയോ? ചെയ്തോണ്ടിരിക്കുവാണ്. ആ വേഗം എഴുതു കേട്ടോ. ഇക്വേഷനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതാണ് നമ്മുടെ ഇക്വേഷൻ. ആ അവിടെ കിടന്നത് എന്താ എന്താ പറഞ്ഞേ? ഫ്രൂട്ടിയുടെ കവർന്നല്ലേ പറഞ്ഞേ? ഫ്രൂട്ടിയുടെ കവർന്നല്ലേ പറഞ്ഞേ? വൃത്തിയാക്കാറുണ്ട് അവര്, ചെയ്യാറുണ്ട്. നിങ്ങൾ കഴിഞ്ഞു അല്ലേ? സയോൺ കഴിഞ്ഞോ? സയോൺ കഴിഞ്ഞോ? കഴിഞ്ഞു. റബ്ബ് ചെയ്തോട്ടെ. ഓക്കെ, നെക്സ്റ്റ് ഹെഡിങ് ഹൈപ്പർബോള. ഹൈപ്പർബോള എഴുതിക്കോളാം. A hyperbola is a set of all points. ഇത് ഭയങ്കര സൗണ്ട് ആണല്ലേ? സാധാരണ ഇതില് സൗണ്ട് ആണ്. ആര് വന്നാലും ഇവിടെ ഇരിക്കണ്ടേ? ഇല്ല, മതിലിൽ ഇതാക്കിയിട്ട് കാര്യമില്ല. അത് അത് ബോർഡാണോ? അത് ബോർഡല്ലേ? ആ ഹൈപ്പർബോള ഹെഡിങ് എഴുതിയോ? A hyperbola is the set of all points in a plane. A hyperbola is the set of all points in a plane, comma, the difference of whose distances from two fixed points in the plane is a constant. ഇതാണ് ഹൈപ്പർബോള. ഈ ഹൈപ്പർബോളയ്ക്ക് രണ്ട് ഫിക്സഡ് പോയിന്റ്സ് ഉണ്ട്. ഡെഫിനേഷനിൽ എന്താ പറയണേ? ഹൈപ്പർബോള ഇസ് എ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ്. കൈ എടുത്ത് മാറ്റിക്ക്, നേരെ ഇരുന്നേ. ഹൈപ്പർബോള ഇസ് എ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ whose the difference of whose distances from two fixed points in a plane is a constant. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഏതൊരു പോയിന്റ് എടുക്കാണ്, ഇപ്പൊ ഒരു P1 എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് എടുക്കാണ് അല്ലെ? ഈ P1 നിന്നും രണ്ട് ഫിക്സഡ് പോയിന്റ്സ് ഉണ്ട്, F1 ആൻഡ് F2. ഇതിലേക്കുള്ള ഡിസ്റ്റൻസിന്റെ ഡിഫറൻസ് എടുക്കുക. എന്താണ്? P1 F2 മൈനസ് P1 F1 എന്ന് പറയുന്നത് എന്തായിരിക്കും?
ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഏതൊരു പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിലും ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇപ്പൊ ഇവിടെ ഞാൻ P2 എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് എടുത്താലും P2F2 മൈനസ് P2F1 ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഏത് പോയിന്റ്സ് എടുത്തിട്ടുണ്ടെങ്കിലും ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, എഴുതിക്കും. ഫിഗർ വരയ്ക്കണേ. കേട്ടില്ല, എന്താ പറഞ്ഞ? ആ കഴിഞ്ഞോ? ഈ രണ്ട് ഫിക്സഡ് പോയിന്റിന് നമ്മൾ എന്താ വിളിക്കുക? പറ ഫിക്സഡ് പോയിന്റിന്റെ പേരെന്താ? F1 F2 അതിനെ വിളിക്കുന്ന പേരെന്താ? എലിപ്സില് ഫോക്കൈ അല്ലെങ്കിൽ ഫോസൈ, എങ്ങനെ വേണേ പ്രൊനൗൺസ് ചെയ്യാം. സോ ദീസ് ആർ ദ ഫോസൈ. ഇനി നോക്കിക്കേ, ഇവരുടെ രണ്ടുപേരുടെയും ഈ ലൈനിന്റെ മിഡ് പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെന്റർ ഓഫ് ദി ഹൈപ്പർബോള എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെന്റർ ഓഫ് ദി ഹൈപ്പർബോള. ഇനി the line joining F1 and F2 ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്ന് പറയുന്നത്. എന്താണ്? പറയൂ. ട്രാൻസ്വേഴ്സ് ആക്സിസ്. ഇനി ഈ ട്രാൻസ്വേഴ്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺജുഗേറ്റ് ആക്സിസ് എന്ന് പറയും. പറഞ്ഞേ എന്താണ് കോൺജുഗേറ്റ് ആക്സിസ്? ഇത്രയും. ഞാൻ കുറെ നാളായില്ലേ ചോദിച്ചിട്ട്. വിമല പോയിക്കാൻ ഇനി the point at which the transverse axis meets a hyperbola ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെർട്ടിസസ് എന്ന് പറയുന്നത്. രണ്ട് വെർട്ടിസസ് ഉണ്ട്, ഇതിനെയാണ് നമ്മൾ വെർട്ടിസസ് എന്ന് പറയുന്നത്. വെർട്ടിസസ് എഴുതിയോ? മീറ്റ് ചെയ്യുന്ന പോയിന്റ് അതിനെയാണ് വെർട്ടിസസ് എന്ന് പറയുന്നത്. സെന്റർ ആ കോൺജുഗേറ്റ് ആക്സിസ് വന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റ്. ഇനി the distance between the center and foci എന്താ? ഈ ഡിസ്റ്റൻസിന് നമ്മൾ C എന്നാ പറയാ. അപ്പോ ഈ F1 F2 തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 2C ആയിരിക്കും. ഇനി വെർട്ടെക്സും സെന്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് A ആണ്. ഓക്കെ, ഇനി A² is equal to B² plus C². ഈ B എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ B അല്ല 2B എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ കോൺജുഗേറ്റ് ആക്സിസ് ആണ്. ഇതാണ് ഇവിടുത്തെ റിലേഷൻ. സോറി, A² is equal to B² plus C² അല്ല, C² is equal to A² plus B². റിലേഷൻസ് തമ്മിൽ മാറിപ്പോരുത് കേട്ടോ. C² is equal to A² plus B². ഇത്രയാണ് എന്നിട്ട് വരുന്നത് കേട്ടോ. B എന്ന് പറയുന്നത് 2B എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ കോൺജുഗേറ്റ് ആക്സിസ് ആണ്. കഴിഞ്ഞോ? എസെൻട്രിസിറ്റി ഈയുടെ ഇക്വേഷൻ എന്താ? E is equal to C by A. Length of the lattice vector
2b² by a. എഴുതട്ടാ. ഇ എന്ന് പറയുന്നത് എസെൻട്രിസിറ്റി ആണ്. അതെന്ന് പറയുന്നത് എസെൻട്രിസിറ്റി. എസെൻട്രിസിറ്റി ആ എസെൻട്രിസിറ്റി എന്ന് പറയുന്ന റേഷ്യോ ബിറ്റ്വീൻ സി ആൻഡ് എ ആണ്. സി എന്ന് പറയുന്നത് എന്താ? ആ ക്വാണ്ടിറ്റിനെയാണ് എസെൻട്രിസിറ്റി എന്ന് പറയുന്നത്. കഴിഞ്ഞോ? കംപ്ലീറ്റ് ചെയ്തോ? കഴിഞ്ഞോ? അതെന്താന്ന് വെച്ചാൽ ആ ക്വാണ്ടിറ്റിനെയാണ് എസെൻട്രിസിറ്റി എന്ന് പറയുന്നത്, റേഷ്യോ ബിറ്റ്വീൻ സി ആൻഡ് എ. ക്വസ്റ്റ്യൻസ് ചെയ്യാം. നിങ്ങൾ കഴിഞ്ഞോ? എന്നാണോ? കേൾക്കുന്നില്ല അക്ഷയ്, ഒന്ന് മെസ്സേജ് ചെയ്യാമോ? Write the question. Find the coordinates of the foci. And the vertices. First question. The eccentricity and the length of the lattice vector. We have to find the coordinates of foci, vertices, eccentricity, length of lattice vector. ഒരു മെയിൻ ഇമ്പോർട്ടന്റ് കാര്യം നമ്മൾ പറഞ്ഞില്ല. ഇക്വേഷൻ പറഞ്ഞില്ലല്ലോ. എന്താ ചോദിക്കാത്ത? 2 ഇക്വേഷൻസ് ആണുള്ളത്. 2 സ്റ്റാൻഡേർഡ് ഫോം ആണുള്ളത്. ഫസ്റ്റ് ഫോം x² by a² minus y² by b² equal 1. This is the first equation. The hyperbola is along the x-axis. ellipse തന്നെ ഫസ്റ്റ് ഫോമിൽ എന്താണ്? along x-axis. Second form, the hyperbola will be along y-axis. So equation will be y² by a² minus x² by b² equal 1. നമ്മൾ ന്യൂമറേറ്റേഴ്സ് ആണ് മാറിയേക്കുന്നത് കേട്ടോ. കഴിഞ്ഞോ? കംപ്ലീറ്റ് ചെയ്തോ? ഇനി ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഏത് ഫോം ആണെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? പോസിറ്റീവ് ആണെന്ന് നോക്കുക. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 200 എടുത്തേ. Page number 200. The foci are always on the transverse axis. Transverse axis ലായിരിക്കും എപ്പോഴും എന്തുണ്ടാവുക? foci ഉണ്ടാവുക. It is a positive term whose denominator gives transverse axis. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ എന്ത് നോക്കാം? പോസിറ്റീവ് ടേം ഏതാന്ന് നോക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. x² by 9 minus y² by 16 is equal to 1. ഇതിൽ പോസിറ്റീവ് ടേം ഏതാ?
എക്സ് സ്ക്വയർ ബൈ 9 അല്ലെ. അപ്പൊ ട്രാൻസ്വേഴ്സ് ആക്സിസ് അലോങ് ദ എക്സ് ആക്സിസ് ആയിരിക്കും. ഓക്കെ, ഇവിടെ ഏതാ? ഇതാ ഈ ഇക്വേഷൻ ആണ്. ഓക്കെ, ഇനി അടുത്ത ഇക്വേഷൻ വൈ സ്ക്വയർ ബൈ 25 മൈനസ് എക്സ് സ്ക്വയർ ബൈ 16 ഈക്വൽ ടു 1. ഇവിടെ ആരാ പോസിറ്റീവ്? ഇവിടെ ആരാ പോസിറ്റീവ്? വൈ ആണ്. സോ ദ ഹൈപ്പർബോള ഈസ് അലോങ് ദി വൈ ആക്സിസ് ആണ്. ഓക്കെ, സോ എയുടെ വാല്യൂ എന്തായിരിക്കും? ഇവിടെ എയുടെ വാല്യൂ എന്താ പറ? എ ഈസ് ഈക്വൽ ടു 3 ആയിരിക്കും. ഇവിടെ എ ഈസ് ഈക്വൽ ടു 5 ആയിരിക്കും. പോസിറ്റീവ് ആയിട്ടുള്ളത് ഏതാണോ അതായിരിക്കും, അവിടെ ആയിരിക്കും എന്ത് വരാ? എ വരാ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് എഴുതിക്കോളാം. എക്സ് സ്ക്വയർ ബൈ 16 x square by 16 minus y square by 9 equal to 1. x square by 16 minus y square by 9 is equal to 1. ഇവിടെ എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? നോക്കിക്കേ, പോസിറ്റീവ് ഏതാ? എക്സിന്റെ ടേം ആണ് പോസിറ്റീവ്. സോ ഹൈപ്പർബോള ഈസ് അലോങ് ദി ഏത് ആക്സിസാ? എക്സ് ആക്സിസ്. സോ എന്താ? എ ഈസ് ഈക്വൽ ടു A is equal to 4. B is equal to 3. Relation എന്താ? C square is equal to A square plus B square. That is C square is equal to 16 plus 9 which is equal to 25. C equal 5. Okay. ഇനി കോർഡിനേറ്റ്സ് എഴുതാലോ. ഫോസൈഡ് കോർഡിനേറ്റ്സ് എഴുതാം. Along the x axis ആണ് അല്ലേ? പ്ലസ് ഓർ മൈനസ് C0 which is equal to plus or minus 5 0. വേർട്ടിസസ് എന്താ പറഞ്ഞേ? വേർട്ടിസസിന്റെ കോർഡിനേറ്റ്സ് എന്താ പറ? എലിപ്സിന്റെ പോലെ തന്നെയാ, പ്ലസ് ഓർ മൈനസ് A0 അല്ലേ? which is equal to plus or minus 4 0. എസെൻട്രിസിറ്റി ഈക്വൽ C by A അല്ലേ? സിയുടെ വാല്യൂ എത്രയാ? 5 by 4. ലെങ്ത് ഓഫ് ലാറ്റിസ് വെക്ടർ 2b square by a which is equal to 2 into b യുടെ വാല്യൂ എത്രയാ? 3 square 9 by 4 which is equal to 9 by 2. This is the answer. കിട്ടിയോ? ആദർശ്, ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ചിരുന്ന ചെയ്തുകൂടെ? അതിനൂടെ അതിനിടയിൽ കൂടെ എന്തിനാ ഇതിന് മാത്രം സംസാരിക്കണേ? എത്ര പറഞ്ഞാലും ചെയ്യൂല. എപ്പോഴും എവിടെയെങ്കിലും ഒക്കെ പോകും എന്ന് വെച്ചിരുന്ന കഥ പറച്ചിലാണ്. ആ യാത്രയിൽ നല്ലതാണ്. ക്ലാസ് ടൈമിൽ വിശേഷം പറയാണ്ടിരുന്നാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? ഇത് കംപ്ലീറ്റ് ചെയ്തോ? Next question. Y square by 9 minus x square by 27 equal 1. Second question. ചെയ്തേ. Y square by 9 minus x square by 27 equal to 1. ഇവിടെ പോസിറ്റീവ് ടേം ഏതാ? പോസിറ്റീവ് ടേം y ആണ്. സോ ഹൈപ്പർബോള ഈസ് അലോങ് ദി y ആക്സിസ്. കോർഡിനേറ്റ്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. കാണാലോ എല്ലാവരും.
കഴിഞ്ഞോ? ആദർശ് ബോർഡിൽ ചെയ്തേ. ബൈണിക്ക് ബോർഡിൽ ചെയ്തോ. എണീക്കണില്ലേ അവിടെ നിന്ന്? അത് ഞാൻ പറഞ്ഞു തന്നോളാം. ടൈം കളയല്ലേ. ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റബ് ചെയ്തോളൂ കേട്ടോ. y² 9 - x റബ് ചെയ്തോ. y² 9 അത് റബ് ചെയ്തോ. ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ ആണത്. -x² 1 അല്ലേ? സോ പോസിറ്റീവ് ടേം എന്ന് പറയുന്ന വൈയുടെ ടേം ആണ്, y² ടേം ആണ് അല്ലേ? സോ ഹൈപ്പർബോള ഈസ് അലോങ് ദി y ആക്സിസ് അല്ലേ? ചെയ്തു. അപ്പൊ ഇക്വേഷൻ എന്താ വരാ? സോറി, എയുടെ വാല്യൂ എന്താ വരാ? a is equal to a is equal to 3, b is equal to √27. സിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. റിലേഷൻ എന്താ? c² is equal to c² is equal to a² plus b². Substitute u values. c² is equal to a², 9 plus 27. നീ എഴുത ബാക്കിയുള്ള കാര്യങ്ങൾ. ആദ്യം ഫോസൈ എഴുത. ഫോസൈയുടെ കോർഡിനേറ്റ്സ് എന്താ? along the y axis ആണ്. 0 plus or minus c. വേർട്ടെക്സിന്റെ കോർഡിനേറ്റ് എന്താ? 0 plus or minus a. ഇനി എന്താ? എസെൻട്രിസിറ്റി E is equal to c by a. Length of lateral sectum is equal to 2b² by a. ഗായത്രി എണീച്ചോട്ടാ. ബാ അടുത്ത ക്വസ്റ്റ്യൻ. അവിടെ നിന്ന് ഇറങ്ങിക്കോ, ഇല്ലെങ്കിൽ ആദർശ് കയറിയ പിന്നെ എണീക്കാൻ പറ്റില്ല. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. അല്ല ഇപ്പൊ ചെയ്തു, പറഞ്ഞുതരാം. തേർഡ് ക്വസ്റ്റ്യൻ. ഭയങ്കര മഴയാ. ക്വസ്റ്റ്യൻ എഴുത്. ഇതെല്ലാരും എഴുതി കഴിഞ്ഞല്ലേ? ക്വസ്റ്റ്യൻ എഴുത്. 9y² minus 4x² is equal to
36. എന്താ ചെയ്യണ്ടേ? നമ്മുടെ ഇക്വേഷൻ എന്താ? ഇക്വേഷൻ രണ്ട് ഫോംസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഏതാ? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. രണ്ടാമത്തേത് ഏതാ? വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. രണ്ട് ഇക്വേഷനിലും ആർ എച്ച് എസ് എന്താ? 1 ആണ് അല്ലെ? സോ നമുക്കിത് എന്താക്കണം? 1 ആക്കണം. സോ ഡിവൈഡ് ത്രൂ ഔട്ട് ബൈ 36. പോസിറ്റീവ് ടേം ഏതാ? പോസിറ്റീവ് ഉള്ളത് ആരാ? എ ആണോ ബി ആണോ? എ. അപ്പൊ എ ഇസ് ഈക്വൽ ടു 4 ആണോ? ഇക്വേഷൻ എന്താ? വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ആണ് അല്ലെ? എ സ്ക്വയർ ആണ് 4. അപ്പൊ എ എത്രയാ? എ സ്ക്വയറിന്റെ വാല്യൂ 4 ആണ്. എ സ്ക്വയർ 4 ആണ്. ആ ഇസ് ഈക്വൽ ടു 3. സി കണ്ടുപിടിക്ക്. അത് കഴിഞ്ഞ കേസ് എലിപ്സിൽ. ഇവിടെ എ പോസിറ്റീവ് ആയിട്ട് നിൽക്കുന്ന ആളാണ്. സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 13. സി ഇസ് ഈക്വൽ ടു റൂട്ട് 13. ഇനി എഴുതിക്കോ, വേർട്ടിസസ് എഴുതിക്കോ, ഫോഴ്സ് എഴുതിക്കോ. വേർട്ടിക്സ് ഇസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താ? വേർട്ടെക്സ് ഏതാ? 0 പ്ലസ് ഓർ മൈനസ് എ ആണ്. ചെയ്ത് കഴിഞ്ഞോ? അനല, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പോരാ, മറുപടി ഞാൻ പറഞ്ഞല്ലോ. എന്ത്? എനിക്ക് താല്പര്യമില്ല. അനല, ബോർഡിൽ ചെയ്യും. ഞാൻ പറഞ്ഞോളാം. ഇല്ല, വാ. നീ കൊടുക്കില്ല. അതിലേ വാ, അതിലേ വാ. വരാൻ പറ്റുമോ? അല്ല, എ സി ഒന്ന് ഓഫ് ചെയ്യാം കുറച്ച് നേരത്തേക്ക്. (16x square 16x square minus 9y square equal 576. Divide throughout with 576.
576 divided by 60 ചെയ്യുന്നു. നോക്ക്. 16 2 അല്ല 13 13 അല്ല 16 ചെയ്ത് നോക്കിയേ. 16 into 16 എത്ര കിട്ടിയില്ല. എന്താ കിട്ടിയ? 26 കൊണ്ട് മൾട്ടിപ്ലൈ നോക്കാം. 16 into 26 കിട്ടിയോ? ആ കിട്ടിയില്ല. ഡിവൈഡ് ചെയ്യാൻ അറിയില്ല. അല്ല പോലെ ഞാൻ ഡിവൈഡ് ചെയ്ത് തരാം. 9 അല്ലേ? ഇത് മാഞ്ഞു പോവോ? പോണ്ടോ? നേണല്ലേ? നയനോ? അല്ലേ? അല്ല അല്ല. നയനാ എഴുതി വെച്ചിരുന്നത്. ഞാൻ ബൈ ഹാർട്ട് അടിച്ചിട്ട് വന്നിരിക്കും. ആ കൊള്ളാം. 36 576 divided by 9 അത് 16 വരും. നിർത്തിയാലോ? x square by 36 minus y square by 64 equal to 1. പോസിറ്റീവ് ടേം ഏതാ? x സ്ക്വയറിന്റെ ആണ്. സോ ദ ഹൈപ്പർബോള ഈസ് അലോങ് ദി x ആക്സിസ് അല്ലേ? സോ a യുടെ വാല്യൂ എത്രയാ? 6. b 8. റൂട്ട് 64 എന്ന് പറയുന്നത് 8 ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് c. c square is equal to a square plus b square. അത് 36/5 ഡിനോമിനേറ്ററിൽ എടുത്താൽ മതി. ഇത് കറക്റ്റ് ആണോ? ക്വസ്റ്റ്യൻ എന്താ? അപ്പൊ 36/5 ആണ് ഡിനോമിനേറ്ററിൽ വരാം. 36 ഡിവൈഡഡ് ഈ ന്യൂമറേറ്ററിലുള്ളത് താഴത്തോട്ട് എടുക്കുക. ഫോഴ്സയുടെ കോർഡിനേറ്റ്സ് എന്താ? എലോങ് ദി എക്സ് ആക്സിസ് ആണ് അല്ലേ? സോ സി പ്ലസ് ഓർ മൈനസ് c0. പ്ലസ് ഓർ മൈനസ് 10 വേർട്ടെക്സോ പ്ലസ് ഓർ മൈനസ് a0. നിങ്ങൾ ഇക്വേഷൻസ് പഠിച്ചിട്ടില്ല അല്ലേ ഇതുവരെ? പ്ലസ് ഓർ മൈനസ് a0. ഇനി എന്താ വേണ്ട? എസെൻട്രിസിറ്റി E is equal to c/a. Length of lattice rectum 2b square by a.
ഇത് ഡിനോമിനേറ്റർ 36/5 എന്ന് വരും. ഈ മുകളിലുള്ള 5 താഴത്തോട്ട് എടുക്കാം. ഇവിടെ എല്ലാം അങ്ങനെയാണ്. 36 19 കൊണ്ട് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴല്ലേ 4 കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 4 എന്ന് എഴുതിയത്. അതേപോലെ തന്നെ 36 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴല്ലേ 9 കിട്ടുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ 36 ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ അതൊരു ഫ്രാക്ഷൻ ആയിട്ട് തന്നെ നിൽക്കും. അത് കുഴപ്പമില്ല. കിട്ടിയോ? ആൻസർ കിട്ടിയോ? കിട്ടിയോ? ഈ ആൻസർ തന്നെയാണോ എല്ലാവർക്കും കിട്ടിയേ? വേദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മിസ് ഇനി ആകെ 2-3 മിനിറ്റ് കൂടി ഉള്ളൂ. അത് ഫാസ്റ്റ്. എന്നാ ഈ കുട്ടി വാ. 6:28 ആയി. 6:28 ആ മിസ്സിന്റെ വാച്ച് സ്ലോ ആണ്. വേഗം 2 മിനിറ്റ് കൊണ്ട് എഴുതി തീർക്കണം കേട്ടോ. വേഗം. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞ എക്സസൈസ് പോലെ തന്നെയാ. ഹോംവർക്ക് ആയിട്ട് തരാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസാ. പിന്നെ 5y² - 9x² = 36. അത് ഡിനോമിനേറ്ററിലോട്ട് എടുക്കാം. എങ്ങനെ പോസിറ്റീവ് ടേം ഏതാ? എ എപ്പോഴും ആരുടെ കൂടെ ആയിരിക്കും? പോസിറ്റീവ് ആരാണോ അത് അയാളുടെ കൂടെ ആയിരിക്കും എ ഉണ്ടാവുക കേട്ടോ. അപ്പൊ എ എത്രയാ വരാ? 36/5 ആണ് എ വരിക അല്ലേ? അങ്ങനെ ഒന്ന് എഴുതിക്കോ. അടുത്ത സ്റ്റെപ്പ് ആയിട്ട് അടുത്ത സ്റ്റെപ്പ് ഒന്ന് എഴുതിക്കോ. അത് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. y² ഡിവൈഡഡ് ബൈ, ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഇക്വേഷനിൽ നോക്കിക്കേ 5ഉം 36ഉം നമുക്ക് എന്താ ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? y² ഡിവൈഡഡ് ബൈ 36/5. അതൊരു ബ്രാക്കറ്റിൽ ഇടാം. 36/5 നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടുണ്ട്. 36/5 മൈനസ് x²/4 = 1. അപ്പൊ എ എന്താ? പോസിറ്റീവ് ആരാ? y² ആണല്ലേ? അപ്പൊ y² കൂടെ ഡിനോമിനേറ്റർ ആയിട്ടുള്ളതായിരിക്കും ആര്? എ എന്ന് പറയുന്നത്. അപ്പൊ a = √36/5, അതായത് 6/√5 എന്ന് വരും. 36ന്റെ റൂട്ട് 6 ആണ്. 5ന്റെ റൂട്ട് √5. ബി എത്രയാ? 2. സി കണ്ടുപിടിക്ക്.
എയുടെ വാല്യൂ സി ബൈ എ ചെയ്യുമ്പോൾ എന്താ കിട്ടാ? അത് ചെയ്തോ, എന്താ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തോ. √56/10 ഇൻറ്റു 6/√5 ഇൻറ്റു √5/6. ഇനി √56 നമുക്ക് എങ്ങനെ എഴുതാം? √56 എന്ന് പറയുന്നത് അവിടെ c is equal to a square. ് 56 എന്ന് പറയുന്നത് 28 അല്ലേ? 28 × 2. അപ്പോൾ 2√14 എന്ന് എഴുതാമല്ലോ 56നെ. 2√14/6√5 ക്യാൻസൽ ചെയ്യാം. അപ്പൊ √14/3√5 എന്ന് കിട്ടും. ആ ചെയ്ത് കഴിഞ്ഞോ? എല്ലാം കണ്ടുപിടിച്ചോ? ആൻസർ എല്ലാവർക്കും കിട്ടിയോ? കിട്ടിയ ആൻസർ? ആ ഒരു സെക്കൻഡ്. എന്താ? കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. ഫോസൈ എസെൻട്രിസിറ്റി തെറ്റിപ്പോയല്ലോ. ഏ ആ ഈ തെറ്റ്. ഈസികൾ √56/5. ഇത് √5 അല്ലേ? ഇത് മൊത്തത്തിലല്ലേ റൂട്ട്? അല്ല അല്ലേ? ആ അതെ, √36/5 അല്ലേ? അപ്പൊ ഇത് മൊത്തത്തിലാണ് റൂട്ട് വരുന്നത്. അപ്പൊ 5ന് റൂട്ടുണ്ട് അല്ലേ? ആണ്. അപ്പൊ കറക്റ്റാ. 2√14/3 എഴുതി കഴിഞ്ഞോ? ഈ ആൻസർ കിട്ടിയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6 ഹോംവർക്ക് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6 ഹോംവർക്ക് ആണ്. നിങ്ങൾ കേട്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 6 ഹോംവർക്ക് ആണ്. ചെയ്ത് കഴിഞ്ഞോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഇക്വേഷൻസ് എല്ലാം നല്ലോണം പഠിച്ചിട്ട് വരണം കേട്ടോ. താങ്ക് യു.